പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് അടുത്ത സ്പെഷ്യൽ ഇവൻ്റായ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന ഇവൻറ്റിലേക്ക് പുതുതായി കൺഫേം ചെയ്തിട്ടുള്ള മത്സരത്തെ സംബന്ധിച്ചാണ്. നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ജെ ഊസോ ലോഗൻ പോളിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരം ആദ്യ മത്സരമായി ഈ ഇവൻറ്റിലേക്ക് മെയ് മാസത്തിലെ ഇവൻറ്റിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് റാൻഡി ഓർട്ടൻ്റെ അടുത്ത പ്ലാൻ എന്തായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവന്റിൽ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ ജോൺ സിനയുടെ ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് ചെയ്ത റാൻഡി ഓർട്ടന് പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. റാൻഡി ഓർട്ടൻ ക്ലീൻ ആയിട്ട് പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ റാൻഡി ഓർട്ടന് ഒരു റീമാച്ച് ചോദിച്ചു വാങ്ങാൻ സാധിക്കും. പക്ഷേ അത്തരത്തിലുള്ള ഒരു പദ്ധതി റാൻഡി ഓർട്ടനെ സംബന്ധിച്ച് നമുക്കിപ്പോൾ കേൾക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ജോൺ സിനയുടെ കൈവശമുള്ള ചാമ്പ്യൻഷിപ്പിന് റാൻഡി ചലഞ്ച് ചെയ്യില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. കൂടാതെ ജോൺ സിന പുതിയ എതിരാളികൾക്കെതിരെയായിരിക്കും മത്സരിക്കുക എന്നുള്ള ഒരു വാർത്തകളുമാണ് നിലവിൽ പുറത്തേക്ക് വരുന്നത്. ആ ഒരു ലിസ്റ്റിലൊന്നും റാൻഡിയുടെ പേര് നമുക്കിപ്പോൾ കാണാനോ കേൾക്കാനോ സാധിക്കുന്നില്ല. അപ്പോൾ റാൻഡിയുടെ നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ടും ഈ ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻറ്റിലും അടക്കം ഇൻഡയറക്റ്റ് ആയിട്ട് അവർ പറഞ്ഞു പോകുന്ന ഒരു സെഗ്മെൻ്റ് ഉണ്ട്. അതായത് സ്മാക്ഡൗണിൻ്റെ ജനറൽ മാനേജറായ നിക്ക് ഓൾഡിസിനെ റാൻഡി ഓർട്ടൻ RKO ചെയ്ത് ആക്രമിക്കുന്ന ഭാഗം. അപ്പോൾ നിക്ക് ഓൾഡിസിനെ നിരന്തരമായിട്ട് ഫ്രസ്ട്രേഷൻ വരുന്ന സമയത്ത് റാൻഡി ആക്രമിക്കുന്നത് അത് നിക്ക് ഓൾഡിസും റാൻഡിയും തമ്മിലുള്ള ഒരു ഫ്യൂഡിലേക്ക്, അതായത് ഒരു അതോറിറ്റി വേഴ്സസ് റാൻഡി തമ്മിലുള്ള ഒരു ഫ്യൂഡിലേക്ക് വന്നേക്കാം. അങ്ങനെ നിക്ക് ഓൾഡിസ് സെലക്ട് ചെയ്യുന്ന റെസ്ലറോ അല്ലെങ്കിൽ നിക്ക് ഓൾഡിസ് എന്ന് പറയുന്ന സ്മാക്ഡൗണിൻ്റെ ജനറൽ മാനേജറോ റാൻഡിയുടെ എതിരാളിയായിട്ട് വരുന്ന സ്റ്റോറി മിക്കവാറും റാൻഡിയുടെ നെക്സ്റ്റ് സ്റ്റോറി പ്ലാൻ ആയിട്ട് നടക്കാൻ സാധ്യതകൾ ഏറെയാണ്. ഇത് തന്നെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് ഞാൻ പറയുന്നില്ല. നിലവിൽ നമുക്ക് ഈ ഓൺ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്ന ചില സംഭവ വികാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പറയുന്ന ഒരു സാധ്യത മാത്രമാണ്. റാൻഡി ഓർട്ടൻ നിക്ക് ഓൾഡിസ് സെലക്ട് ചെയ്യുന്ന റെസ്ലറിനെ എതിരെ പോകുന്നതിനേക്കാൾ ബെറ്റർ നിക്ക് ഓൾഡിസ് റെസ്ൽ ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്നതാണ്. നിക്ക് ഓൾഡിസ് എന്ന് പറയുന്ന റെസ്ലർ NWA വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആയിരുന്നു. TNA റെസ്ലിംഗിൻ്റെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആയിരുന്നു. കിടിലമായിട്ടുള്ള ഒരു റെസ്ലർ കൂടിയിട്ടാണ്. അപ്പോൾ നിക്ക് ഓൾഡിസ് ആദ്യമായിട്ട് WWE റിങ്ങിലേക്ക്, അതും റാൻഡി ഓർട്ടനെ പോലെയുള്ള ഒരു സൂപ്പർ താരത്തിനെതിരെ മത്സരിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്, അത് സമ്മർ സ്ലാമിലെ ഒരു മാർക്കി മത്സരമായിട്ട് അവർക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു സാധ്യതകൾ, അത്തരത്തിലുള്ള ഒരു വാതിലുകൾ നിലവിൽ തുറന്നു കിടക്കുന്നുണ്ട്. അതിലേക്ക് തന്നെ പോകുമോ എന്നുള്ളത് ഇനി വരുന്ന സ്മാക്ഡൗൺ എപ്പിസോഡുകളിലൂടെ കണ്ടു തന്നെ അറിയാം. മൂന്നാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് WWE സ്റ്റൈലിൽ ഇന്ത്യയിൽ ഒരു പുതിയ റെസ്ലിംഗ് കമ്പനി ആരംഭിച്ചതിനെ സംബന്ധിച്ചാണ്. WXM എന്ന് പറഞ്ഞ് പേര് കൊടുത്തിട്ടുള്ള ഈ ഒരു റെസ്ലിംഗ് കമ്പനിയുടെ അപ്ഡേറ്റ്സ് നിങ്ങളിൽ ചില കൂട്ടുകാരെങ്കിലും ഇതിനോടകം തന്നെ കേട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. WXM എന്ന് പറയുന്ന ഈ പുതിയ റെസ്ലിംഗ് കമ്പനി മറ്റുള്ള ഇന്ത്യൻ റെസ്ലിംഗ് കമ്പനികളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ സ്റ്റാർസിനെ അവർ ആദ്യ ഷോയിൽ തന്നെ റെപ്രസെൻറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതായത് ജിന്ദർ മഹാലിനെ പോലെയുള്ള WWEയുടെ മുൻ വേൾഡ് ചാമ്പ്യൻ, അതുപോലെ തന്നെ ക്രിസ്റ്റൻ മാസ്റ്ററിനെ പോലെയുള്ള സൂപ്പർ സ്റ്റാർസ്, ഇവരെയൊക്കെ കൊണ്ടുവരാൻ ഈ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ശ്രദ്ധ ഈ റെസ്ലേഴ്സിനെ കൊണ്ടുവരുന്നതിലൂടെ അവർക്ക് പിടിച്ചു പറ്റാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ത്യൻ മാർക്കറ്റ് മാത്രമല്ല ഇൻ്റർനാഷണൽ മാർക്കറ്റിലും ഒരു വലിയൊരു കോമ്പറ്റീഷൻ കൊടുക്കാനുള്ള രീതിയിലാണ് WXM ആരംഭം കുറിച്ചിട്ടുള്ളത്. എന്തായാലും മുംബൈയിൽ നടന്ന ഷോ സക്സസ്ഫുൾ ആയിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വീഡിയോസും ഫോട്ടോസും ഒക്കെ കാണുമ്പോൾ പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ യാതൊരുവിധ ഒരു കുറവും അവർ വരുത്തിയിട്ടില്ല. ഒരു WWE സ്റ്റൈൽ തന്നെയാണ് അവർ പിടിക്കുന്നത് എന്നുള്ളത് ഉറപ്പാണ്. ഇന്ത്യയിൽ നല്ല നല്ല ഷോകൾ കൊണ്ടുവന്നാൽ അവർ ക്ലിക്കാകും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. എന്തായാലും ഇൻ്റർനാഷണൽ സ്റ്റാർസിനെ കൊണ്ടുവരുമ്പോൾ ഇന്ത്യക്ക് പുറത്തും അവർക്ക് നല്ലൊരു ശ്രദ്ധ പിടിച്ചു പറ്റാൻ സാധിക്കും. കൂടാതെ ഇന്ത്യൻ റെസ്ലേഴ്സിനെയും അവർ കൊണ്ടുവരുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള പുതുമുഖ റെസ്ലേഴ്സിനെ കൊണ്ടുവന്ന് അവരെ നല്ല ഒരു സ്റ്റാറാക്കി ബിൽഡ് ചെയ്യാനാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഇൻ്റർനാഷണൽ സ്റ്റാർസിനെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ഇന്ത്യൻ ആരാധകർക്ക് സമ്മാനിക്കാനാണ് WXM എന്ന് പറയുന്ന പുതിയ കമ്പനി അവർ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. എന്തായാലും അവരുടെ കൂടുതൽ അപ്ഡേറ്റ്സ്, ഷോകളെ സംബന്ധിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുമ്പോൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം. സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് കുറച്ച് ക്ലിപ്സും ഫോട്ടോസും മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. ഫുൾ ഷോ എവിടെ ലഭിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള അപ്ഡേറ്റ്സ് ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സ് പുറത്തേക്ക് വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പങ്കുവെക്കാം. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.